ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദാവീദിൻ്റെ പുത്രനെ ജയഘോഷങ്ങളോടെ തങ്ങളുടെ വസ്ത്രങ്ങൾ പരവതാനിയാക്കി വിരിച്ച് സ്വീകരിക്കുന്ന നിഷ്കളങ്കരായ ഒരു കൂട്ടം മനുഷ്യരും, ആ യാത്രയിൽ മഹത്വത്തിൻ്റെ രാജാവ് തനിക്കായി തിരഞ്ഞെടുത്ത അതുവരെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയും. ഹോസാന പാടിയ 1000 നാവുകളേക്കാൾ ഭക്തിയും സ്നേഹവും അവനെ വഹിച്ച കഴുതയുടെ മൗനത്തിനുണ്ടായിരുന്നു. ഒലിവ് മലയുടെ താഴ്വാരങ്ങളിൽ അവനിലെ രാജാവിനെ കണ്ട് സ്തുതി പാടിയവർ കാൽവരിയിലെ പൊള്ളുന്ന ചൂടിൽ ഉരുകി വീണുപോയവനിലെ രക്ഷകനെ കണ്ടില്ല. ഒരുപാട് ഓർമ്മകളും ഓർമ്മപ്പെടുത്തലുകളുമായി ഒരു ഓശാനക്കാലം കൂടി നമ്മെ സമീപിച്ചിരിക്കുകയാണ്. അവന് വഴിയൊരുക്കാൻ എന്താണ് നമ്മുടെ പക്കലുള്ളത്? എപ്പോഴൊക്കെയോ പ്രാർത്ഥനകളുടെയും നെടുവീർപ്പുകളുടെയും നേർത്ത നൂലുകൾ കൊണ്ട് നാം നെയ്തെടുത്ത പിന്നിത്തുടങ്ങിയതും വെണ്മ കുറഞ്ഞതുമെങ്കിലും ഇനിയും നശിച്ചു പോകാത്ത നമ്മുടെ ഉള്ളിലെ ആർദ്രതയുടെയും സ്നേഹത്തിൻ്റെയും ആ തൂവാലയല്ലാതെ ദൈവത്തിൻ്റെ മെയ്യോട് ചേർക്കപ്പെട്ട കഴുതയുടെ സന്തോഷത്തോടെയും എളിമയോടെയും അവനെ സ്വീകരിക്കാം. നമുക്ക് ചുറ്റും കാണുന്ന നിസ്സഹായ മുഖങ്ങളിലൊക്കെ കാൽവരി മുകളിൽ സ്വന്തം വസ്ത്രം പോലും ഉരിഞ്ഞെടുക്കപ്പെട്ട് ചോര വാർന്നു നിൽക്കുന്നവൻ്റെ പ്രതിരൂപം കാണാൻ ഉൾക്കാഴ്ച ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.